പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തു യേശുവിലെ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മശിഹാ തമ്പുരാൻ്റെ പരിപാവനമായ തൃപ്പാദപീഠത്തിൽ ചേർന്ന് വന്ന് അവിടുത്തെ തിരുവായിൽ നിന്ന് ഒഴുകി വരുന്ന ലാവണ്യ തിരുവചനങ്ങളെ നമ്മുടെ ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങി സ്വാംശീകരിപ്പാൻ നമുക്ക് ഭാഗ്യവും സന്ദർഭവും കരുണയും കൃപയും തന്ന നല്ലവനായ ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് നാം ദൈവസന്നിധിയിൽ ഒത്തുചേർന്ന പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയും നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള വളരെ മനോഹരമായ ഒരു സംഗതിയെക്കുറിച്ച് ധ്യാനിക്കണമെന്ന് വിചാരിക്കുകയാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അവിടുന്ന് നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുമുണ്ട്. പ്രാർത്ഥന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു സംഗതിയാണ്. പ്രാർത്ഥനയിലൂടെയാണ് ഒരു മനുഷ്യൻ ദൈവവുമായി നിരന്തരമായ സംസർഗത്തിലും സമ്പർക്കത്തിലും ആയിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണെങ്കിൽ നിശ്ചയമായും നാം ദൈവബന്ധത്തിൽ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുന്നവരായിരിക്കും. എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ സത്യമായിരിക്കാം. ചിലർക്കൊന്നും ദൈവവിശ്വാസമില്ലാത്തത് കൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നില്ലായിരിക്കാം. എന്നാൽ ദൈവവിശ്വാസമുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഏതുവണ്ണമാണ് ഒരു ഭക്തൻ, ഒരു ഭക്ത ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്? ആ പ്രാർത്ഥനയുടെ വിധങ്ങൾ എന്തൊക്കെയാണ്? ഇത് സംബന്ധിച്ചൊരു ചർച്ചയും ചിന്തയുമാകാമെന്ന് വിചാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ചിന്ത ഇങ്ങനെ പറയാം: നാം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവചനം: സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീനെന്ന് അപ്പോസ്തലൻ എഫെസോസുകാരോട് ആവശ്യപ്പെടുകയാണ്. ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളിൽ ഒന്നാണ് ആത്മാവിൽ പ്രാർത്ഥിക്കണം എന്നുള്ളത്. പലപ്പോഴും പ്രാർത്ഥന എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഉരുത്തിരിയുന്ന ആശയങ്ങളുടെ സംവേദനമാണ് എന്ന ഒരു കാഴ്ചപ്പാട് അനേകർക്കുണ്ട്. അതുകൊണ്ട് തന്നെ പലരും മനോഹരമായ ഭാഷകൾ ചിട്ടപ്പെടുത്തി ആ ഭാഷകളുടെ കസർത്തുകളായി പ്രാർത്ഥനകളെ മാറ്റി മനോഹരമായ ശബ്ദ സൗകുമാര്യത്തോടെ പ്രാർത്ഥിച്ച് ആ ശബ്ദ സൗകുമാര്യത്തിൻ്റെ ആകർഷകത്വം കൊണ്ട് അനേകരെ തന്നിലേക്ക് ആകർഷിച്ച് പ്രാർത്ഥനാനന്തരം ചുറ്റും നിന്നവരോട് എങ്ങനുണ്ടായിരുന്നു എൻ്റെ പ്രാർത്ഥന എന്ന് ചോദിക്കുന്നിടം വരെ ആളുകളുടെ പ്രാർത്ഥന തരംതാണു പോയിട്ടുണ്ടെന്നോ അധപ്പതിച്ചിട്ടുണ്ടെന്നോ പറയേണ്ടി വരുന്നത് സങ്കടമാണ്. മധുരമായ ഭാഷയിലും മനോഹരമായ ശബ്ദത്തിലും പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്നല്ല പറഞ്ഞത്. അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി മനഃപൂർവ്വം വ്യയമെടുക്കുകയും പരിശ്രമിക്കുകയും ചിട്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുടെ മനോഭാവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ചിലരോടൊന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് ഞാൻ ഒരുങ്ങിയിട്ടില്ല എന്നാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതിന് ഇപ്പറഞ്ഞ ഒരുക്കം ആവശ്യമില്ല. അപ്പോൾ ആത്മാവ് എന്താണോ പ്രേരിപ്പിക്കുന്നത് അതിനനുസരിച്ചാണ് ആത്മാവിലുള്ള പ്രാർത്ഥന. അത് പരിശുദ്ധാത്മാവാണ് നിയന്ത്രിക്കുന്നത്, ബുദ്ധിയല്ല. ഞാൻ ഒരുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞോ ഒഴികഴിവുണ്ടാക്കി പിന്മാറുന്നവർ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയിട്ടില്ല എന്നാണ് അപ്പോൾ അവർ പ്രഖ്യാപിച്ചത്. അല്ലെങ്കിൽ അവരുടെ അറിവിൻ്റെ തലത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ അവർ ഒരുങ്ങിയിട്ടില്ല എന്നാണ് അവർ പ്രഖ്യാപിച്ചത്. ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ ഇങ്ങനെയുള്ള പ്രിപ്പറേഷൻസ് ഒന്നും ആവശ്യമില്ല. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളത്തിൽ ഈ പ്രാർത്ഥനകളുടെ ശബ്ദവും ചിട്ടയുമൊക്കെ രൂപപ്പെടുത്തി വയ്ക്കുന്നത്. ആത്മാവിൻ്റെ നിറവിലാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിശ്ചയം അതിൻ്റെ വാക്കുകൾ എത്രത്തോളം മാധുര്യമുള്ളതെന്നോ എത്രത്തോളം സാഹിത്യമുള്ളതെന്നോ പ്രശ്നമേ അല്ല. അത് ദൈവസന്നിധിയിൽ എപ്രകാരം സ്വീകാര്യമാകുന്നു എന്നുള്ളത് മാത്രമാണ് പ്രാധാന്യമർഹിക്കുന്ന വിഷയം. ഒരു കൊച്ചുകുട്ടി അതിൻ്റെ അമ്മയോട് സംസാരിക്കുന്നത് അച്ചടി ഭാഷയിലല്ല,
കൊഞ്ഞ സംസാരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ അവരുടെ അമ്മയോട് ആശയവിനിമയം ചെയ്യുന്നത് ചില ശബ്ദങ്ങളിൽ മാത്രമായിരിക്കും, ചില ശബ്ദങ്ങളിൽ മാത്രം. ആ ശബ്ദം കേട്ടുകൊണ്ട് ആ സ്നേഹമുള്ള അമ്മയ്ക്കറിയാം തൻ്റെ കുഞ്ഞ് എന്താണ് പറഞ്ഞത് എന്ന്. എനിക്ക് പരിചയമുള്ളൊരു കുഞ്ഞുണ്ട്, അതിന് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ആഹാരമാണ് വിളമ്പിക്കൊടുക്കുന്നതെങ്കിൽ ഒരു ശബ്ദം കേൾപ്പിക്കും, ബേ. അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, എനിക്ക് വേണ്ട എന്നാണ് ആ കുട്ടി പറയുന്നത്. പിന്നെ ആ ഭക്ഷണം ആ കുഞ്ഞിനെ കൊടുക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല, അവനത് സ്വീകരിക്കില്ല. ഏതെങ്കിലും ഇഷ്ടപ്പെട്ടൊരാഹാരം കുഞ്ഞിന് കാണിച്ചിട്ട് ഇത് കഴിക്കാമെന്ന് പറഞ്ഞാൽ എന്ന് പറയും. ആ കുഞ്ഞിന് വേണ്ടവണ്ണം സംസാരിക്കാനുള്ള പ്രാപ്തിയായിട്ടില്ല. ആ കുഞ്ഞ് ആശയം സംവേദിക്കുന്നത് അച്ചടി ഭാഷ ഉണ്ടായിട്ടല്ല, സംവേദിക്കുന്നത് അമ്മയോടാണ്. അതിനാ കുഞ്ഞിൻ്റെ നിഷ്കളങ്ക മനസ്സിൽ രൂപപ്പെടുന്ന ചിത്രങ്ങളാണ് അത് ശബ്ദങ്ങളായി പുറത്തു കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ എന്തിനാണ് മധുര ഭാഷ അന്വേഷിക്കുന്നത്? എനിക്കതിനുള്ള ഭാഷാപരം കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് യോഗ്യതയില്ലെന്നോ ഞാൻ പ്രാർത്ഥിച്ചാൽ ആളുകളത് സ്വീകരിക്കില്ലെന്നോ ഒക്കെ പറയുന്ന ചിന്താഗതിയുള്ള ആളുകൾ ആര് സ്വീകരിക്കാനാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവം സ്വീകരിക്കാനാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഇവിടെ അക്ഷരസ്ഫുടത പോലും ഒരു പ്രശ്നമല്ല. ദൈവം അത് കേൾക്കും, ദൈവം അത് സ്വീകരിക്കും, ദൈവം അത് അംഗീകരിക്കും, ദൈവം അതിന് ഉത്തരമരുളും. ആത്മാവിലാകണം നമ്മുടെ പ്രാർത്ഥന. അപ്പോൾ തന്നെ പലരുടെയും പ്രാർത്ഥന നല്ല മധുര മനോഹര ഭാഷയിലല്ലാത്തത് കൊണ്ട് അവരെ പരിഹസിക്കുന്ന ആളുകളെ കാണുവാൻ ഇടവന്നിട്ടുണ്ട്. അവരെന്തിനാണ് ഈ വേഷം കെട്ടാൻ നിന്നത്? അവർക്ക് വേറെ എന്തൊക്കെ ജോലി ഉണ്ടായിരുന്നിരുന്നു? അവർ ഈ കാര്യത്തിൽ എന്തിനാണ് ഇടപെട്ടത്? മറ്റുള്ളവരെ അസ്വസ്ഥതപ്പെടുത്താൻ വേണ്ടി എന്തിനാണ് അവരിങ്ങനെ സ്ഫുടമല്ലാത്ത ഭാഷയിലൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകൾ ആത്മാവിൻ്റെ പ്രവർത്തനം എന്തെന്ന് അറിയാൻ പാടില്ലാത്തവരും അഹങ്കാരികളുമാണ്. ദൈവമാണ് എല്ലാവരെയും രൂപപ്പെടുത്തിയെടുത്തത്. ആ ദൈവത്തിന് ഓരോരുത്തരെക്കുറിച്ചും വ്യക്തമായ പദ്ധതിയും പ്ലാനുമുണ്ട്. ഒരു മനുഷ്യൻ്റെ നാവിന് എത്രത്തോളം സ്ഫുടത വേണമെന്നുള്ളത് ദൈവിക നിശ്ചയമാണ്. അതിനനുസരിച്ചാണ് അവർ ആശയവിനിമയം നടത്തേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിർവരമ്പുകൾ നിർണ്ണയിക്കുകയോ ഉച്ചനീചത്വങ്ങളിൽ ആളുകളെ മാറ്റി നിർത്തുകയോ ഒക്കെ ചെയ്യുന്നത് മനുഷ്യൻ്റെ അഹന്ത നിറഞ്ഞ മനസ്സിൽ നിന്ന് ഉടലെടുക്കുന്ന കുടില ചിന്തകളാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കണം. അതിന് പ്രത്യേകിച്ച് ഭാഷാ നൈപുണ്യം ഒന്നും വേണ്ട. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിലിരുന്നത് ചെയ്തുകൊള്ളും. അതിന് പരിശുദ്ധാത്മാവിലുള്ള ഉറപ്പും ധൈര്യവും മാത്രമാണ് വേണ്ടത്. എൻ്റെ ദൈവം എന്നോട് കൂടെയുള്ളതിനാൽ അവൻ എൻ്റെ ഉള്ളത്തിൽ പാർക്കയാൽ എൻ്റെ അന്തരാത്മാവിൽ നിന്ന് ഉയർന്നു വരുന്ന ഞരക്കങ്ങൾ പോലും ദൈവസന്നിധിയിൽ സ്വീകാര്യമായ പ്രാർത്ഥനകളായി രൂപപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് പര്യാപ്തമാണെന്ന ബോധമുണ്ടാകണം. ആത്മാവിൽ പ്രാർത്ഥിച്ചവളായിരുന്നു ശമൂവേൽ പ്രവാചകൻ്റെ അമ്മയായ ഹന്ന. അവൾ ദൈവാലയത്തിലിരുന്ന് ആത്മാവിലാണ് പ്രാർത്ഥിച്ചത്. അവളുടെ അധരചലനം ദൂരെ നിന്ന് നോക്കിക്കൊണ്ടിരുന്ന പുരോഹിതൻ തെറ്റിദ്ധരിച്ചു, ഈ സ്ത്രീ വെറുതെ പുലമ്പുകയാണ്, അവൾ മദ്യപിച്ച് ലഹരി പിടിച്ച് ഇങ്ങനെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഉച്ചരിക്കുകയാണ് എന്ന് ആ പുരോഹിതന് തോന്നി. അദ്ദേഹം അടുത്ത് ചെന്ന് ആ സ്ത്രീയെ ശാസിക്കുകയാണ്. നീ എന്താണ് മദ്യപിച്ച് ലക്ക് കെട്ട് ആലയത്തിൽ വന്നിരുന്ന് ഇങ്ങനെ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നത്? നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ചിട്ടയില്ല, നിൻ്റെ പ്രാർത്ഥനയ്ക്കൊരു ക്രമമില്ല, നിൻ്റെ പ്രാർത്ഥന ഒരിക്കലും അത് ഒരു പ്രാർത്ഥനയുടെ ഉള്ളിലുള്ളതല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആ സ്ത്രീ സങ്കടപ്പെടുന്നുണ്ട്. അവൾ പറഞ്ഞു, യജമാനനെ, ഞാൻ മദ്യപിച്ചിട്ടുള്ളവളല്ല, ഞാൻ ഇവിടെ ഇരുന്ന് പിറുപിറുക്കുകയോ മദ്യപിച്ച് ലക്ക് കെട്ടതുകൊണ്ട് പേ പറയുകയോ അല്ല. ഞാൻ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്ന് പ്രാർത്ഥിക്കുക അത്ര ചെയ്തത്. ഹൃദയം ദൈവസന്നിധിയിൽ പകർന്ന് പ്രാർത്ഥിച്ചപ്പോൾ അധരത്തിൽ നിന്ന് ഉതിർന്നു വീണ വാക്കുകൾ എന്താണെന്ന് പോലും ആ സ്ത്രീ അറിഞ്ഞിട്ടില്ല. ആത്മാവാണ് അവളുടെ അന്തരാത്മാവിലിരുന്ന് ദൈവത്തോട് സംവദിക്കുന്നത്. പുരോഹിതന് താൻ അവളെ ശാസിച്ചത് നന്നായില്ല എന്ന് മനസ്സിലായി. അവളെ അനുഗ്രഹിച്ചയക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ആത്മാവ് കൊണ്ട് ദൈവത്തോട് സംസാരിക്കുന്നവരാകണം നമ്മൾ. അപ്രകാരമായിത്തീരുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ വ്യക്തതയുള്ളതായിത്തീരുന്നത്. അല്ലാഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കും, അത് നമുക്ക് തൃപ്തി കിട്ടാൻ വേണ്ടിയാകാം, ചുറ്റും നിൽക്കുന്നവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാകാം,
ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കയ്യടി കിട്ടാൻ വേണ്ടിയാകാം. അങ്ങനൊക്കെ പ്രാർത്ഥിക്കുന്നിടത്ത് നിശ്ചയമായും പ്രിയപ്പെട്ടവരെ ആത്മവ്യാപാരം ഉണ്ടാകില്ല. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ നാം പരിശീലിക്കണം. ഇത് യൂദാശ്ലീഹ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂദായുടെ ലേഖനത്തിലെ 20-ാമത്തെ വാക്യം, അവിടെ ശ്ലീഹ എഴുതുന്നത് ഇങ്ങനെയാണ്: പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾ തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവിടെ യൂദാശ്ലീഹായും വ്യക്തമായി പറയുന്നത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാനാണ്, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുവാനല്ല, അറിവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനല്ല. അതേക്കുറിച്ച് ഇങ്ങനെ മാത്രം പറയട്ടെ: ഒരു പിഞ്ചു കുഞ്ഞ് എത്രത്തോളം നിഷ്കളങ്കതയോടെ തൻ്റെ അമ്മയോട് തനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ, മനസ്സിലിച്ഛിക്കുന്ന കാര്യങ്ങൾ ആശയവിനിമയം ചെയ്യുന്നുവോ, അതേപോലെ ഒരു ദൈവ പൈതൽ ദൈവസന്നിധിയിൽ തൻ്റെ ഹിതങ്ങളും തൻ്റെ താല്പര്യങ്ങളും ആശയവിനിമയം ചെയ്യണം. അതിന് ഒരു ഭാഷാ നൈപുണ്യമോ വിദ്യാഭ്യാസ യോഗ്യതയോ വാക്സാമർഥ്യമോ സാഹിത്യമോ ഒന്നും ബാധകമല്ല. ആത്മാവിൽ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഇന്നു മുതൽ ആരും പ്രാർത്ഥിക്കാതിരിക്കരുത്. എനിക്ക് പ്രാർത്ഥനാവരമില്ലെന്ന് പറയരുത്. പ്രാർത്ഥിക്കാനുള്ള ഭാഷാ നൈപുണ്യമില്ലെന്ന് പറയരുത്. എനിക്ക് മറ്റുള്ളവരെ പോലെ പ്രാർത്ഥിക്കാൻ കഴിവില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത്. ദൈവമാണ് എല്ലാം വിലയിരുത്തുന്നവൻ. മനുഷ്യൻ വിലയിരുത്തുന്നത് എപ്രകാരമെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ ഇന്ന് പല കാര്യങ്ങളും ചെയ്യാൻ മടിക്കുന്നത്. ദൈവം വിലയിരുത്തുന്നതിനെക്കുറിച്ച് ബോധവാന്മാരാണെങ്കിൽ ഒന്നും ചെയ്യാൻ ആരും മടിക്കേണ്ട കാര്യമില്ല. ചിലരെല്ലാ കാര്യങ്ങളെയും സംശയത്തോടെ നിരീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാര്യവും അവർക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ ധൈര്യം കിട്ടാറില്ല. അവരെല്ലായിടത്തും ഒളിച്ച് താമസിക്കുന്നവരെ പോലെ താമസിക്കുകയാണ്. അവർ ചിരിക്കുമ്പോൾ അവരുടെ വിചാരം മറ്റുള്ളവരെന്ത് വിചാരിക്കും. ഉറക്കെ സംസാരിക്കുമ്പോൾ അവർ വിചാരിക്കും മറ്റുള്ളവരെന്ത് വിചാരിക്കും. ഒരാളോട് ആശയവിനിമയം ചെയ്യേണ്ട അവസരം വരുമ്പോൾ അവരെന്ത് വിചാരിക്കും. അയൽവക്കത്ത് താമസിക്കുന്നവർ എന്ത് വിചാരിക്കും. അതുകൊണ്ട് എല്ലായിടത്തു നിന്നും ഒഴിഞ്ഞു മാറുക, എല്ലാ മതിൽക്കെട്ടുകളും പൂട്ടിയടയ്ക്കുക, എല്ലാ വാതിലുകളും അടയ്ക്കുക, ആരുമായും സമ്പർക്കം ചെയ്യാതിരിക്കുക, ആരെയും വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുക, ആരുടെ വീട്ടിലും ചെന്ന് കയറാതിരിക്കുക, ആരെയും കണ്ടാൽ സംസാരിക്കാതിരിക്കുക, എല്ലാവരിൽ നിന്നും അകലമിട്ടിരിക്കുക. ഇതൊരു പ്രത്യേകതരം മാനസികാവസ്ഥയിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു തകരാറാണ് പ്രിയപ്പെട്ടവരെ. അതൊരു മനോരോഗമാണ്. എന്നാൽ ഇന്ന് പലരും അഭിമാനത്തോടെ അവരെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് ഞാനാണ് പെർഫെക്റ്റ് എന്നാണ്. ഇപ്രകാരമൊക്കെ ചെയ്യുന്ന ആളുകളൊന്നും ഫിറ്റല്ല, അവരൊക്കെയാണ് കുഴപ്പക്കാരെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ശരിക്കും ഇവർ നോർമലല്ല എന്നുള്ളത് മരിച്ചാലും അവർ സമ്മതിക്കില്ല. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം. നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ മടി കൂടാതെ അടുത്ത് ചെല്ലേണ്ടവരും മനസ്സ് തുറന്ന് സംസാരിക്കേണ്ടവരുമാണ്. ദൈവം നമ്മെ അറിയുന്നത് പോലെ ലോകത്ത് ആരാണ് പ്രിയപ്പെട്ടവരെ നമ്മെ അറിയുക? ദൈവം അമ്മയുടെ ഗർഭം മുതൽ നമ്മളെ അറിയുന്നതല്ലേ. നമ്മുടെ കുഞ്ഞു കുഞ്ഞു വൈകല്യങ്ങൾ പോലും നമ്മുടെ കർത്താവിന് അറിയാമല്ലോ. നമ്മുടെ ബലഹീനതകൾ നമ്മുടെ കർത്താവിന് അറിയാമല്ലോ. ജീവിതത്തിലെ ഏതെല്ലാം മേഖലകളിൽ നമുക്ക് വീഴ്ചകളുണ്ടെന്ന് കർത്താവിന് അറിയാമല്ലോ. നമുക്ക് എവിടെയെല്ലാം തകർച്ചകൾ വന്നിട്ടുണ്ടെന്ന് ദൈവത്തിന് അറിയാമല്ലോ. ഇതെല്ലാം അറിയുന്നവൻ്റെ മുമ്പിൽ നാം അഭിനയിക്കാൻ പാടുണ്ടോ? ചിലർ തങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ ചിത്രങ്ങളൊക്കെ മറച്ചു പിടിച്ച് ദൈവസന്നിധിയിൽ കാപട്യത്തോടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്നു പോയ ചിലർ തങ്ങളുടെ തകർച്ചകളെപ്പോലും മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് എല്ലാം താൻ നേടിയ നിലയിൽ താൻ ഫിറ്റായിട്ടിരിക്കുന്നു എന്ന ഭാവേന ദൈവസന്നിധിയിൽ ആഘോഷിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവർ പറയും എത്ര മനോഹരമായിട്ടാണ് അവർ പ്രാർത്ഥിച്ചത് എന്ന്. പക്ഷേ ജീവിതത്തിൽ സ്വന്തം തകർച്ചകളെല്ലാം മറച്ചു പിടിച്ചുകൊണ്ടുള്ള ഈ പ്രാർത്ഥന അത് ദൈവം സ്വീകരിക്കുമെന്ന് വിചാരിക്കരുത്. ദൈവം മനസ്സുകളെ വായിച്ചെടുക്കുന്നവനാണ്, ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവനാണ്. അതുകൊണ്ട് തിരിച്ചറിയുക, ബുദ്ധി കൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്, അറിവ് കൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്, ആത്മാവിലാണ് പ്രാർത്ഥിക്കേണ്ടത്. ആത്മാവിൻ്റെ പ്രേരണയ്ക്ക് ഒത്തവണ്ണമാണ് പ്രാർത്ഥിക്കേണ്ടത്. ആത്മാവ് ഉച്ചരിക്കുന്ന വചനങ്ങളാലാണ് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ ദൈവത്തോട് സംവദിക്കണം. പ്രാർത്ഥനയെക്കുറിച്ച് മറ്റൊരു ചിന്ത കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ശുദ്ധമുള്ള മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ
22-ാമത്തെ തിരുവചനം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്: നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യമാണ്. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഒന്നാമത് പറഞ്ഞത് ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്നാണ്. എന്നാൽ ഇപ്പോൾ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നാണ്. വിശ്വസിക്കാതെയും പ്രാർത്ഥിക്കാം, വിശ്വസിച്ചും പ്രാർത്ഥിക്കാം. വിശ്വസിക്കാതെ പ്രാർത്ഥിക്കുന്നവർക്ക് അതൊരു കടമ കഴിക്കലാണ്, അതൊരു ചടങ്ങ് നിർവഹിക്കലാണ്, അതൊരു ചൊല്ലിത്തീർക്കലാണ്. എന്നാൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് അത് ദൈവത്തോടുള്ള സംഭാഷണമാണ്, ദൈവസന്നിധിയിലുള്ള ജാഗരണമാണ്, ദൈവസന്നിധിയിലുള്ള പ്രതീക്ഷയാണ്, ദൈവസന്നിധിയിലുള്ള സമർപ്പണമാണ്. നമ്മുടെ പ്രാർത്ഥന വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാണോ എന്നുള്ളത് ഇനിയും പരിശോധിക്കപ്പെടേണ്ടതാണ്. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയ്ക്കുള്ളൊരു പ്രത്യേകത, ഏത് വിഷയമാണോ പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നത് ആ വിഷയം എൻ്റെ ദൈവത്താൽ എനിക്ക് സാധിപ്പിച്ചു കിട്ടുമെന്നുള്ള ഉറപ്പാണ് ഈ വിശ്വാസം. ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയാണ്, വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥനയാണ്, വിശ്വാസിയുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ തന്നെ ഒരു കാര്യം ചേർത്ത് വയ്ക്കട്ടെ, ഒരിക്കലും തനിക്ക് കിട്ടാൻ അർഹതയില്ലെന്നറിയാവുന്ന, കിട്ടുകയില്ലെന്ന് ഉറപ്പുള്ള ഒരു സംഗതി കിട്ടുമെന്ന ഉറപ്പ് ഉള്ളിലിട്ടുകൊണ്ട് ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അങ്ങനെ ചിലർ അന്ധമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് അവർ അവസാനം ദൈവത്തിനെതിരെ തിരിയും. ഞാൻ എത്രത്തോളം വിശ്വസിച്ചാണ് പ്രാർത്ഥിച്ചത്, എന്നിട്ട് എൻ്റെ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ശത്രുക്കളായി സ്വയം പ്രഖ്യാപിക്കുന്ന ചില മനുഷ്യരുണ്ട്. ദൈവമക്കളെ, വിശ്വാസത്തോടെ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ ആ പ്രാർത്ഥന അവസാനിപ്പിക്കേണ്ടത് ഇങ്ങനെയായിരിക്കണം: ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ പ്രത്യാശിക്കുന്നു, ഞാൻ അതിനായി കാത്തിരിക്കുന്നു. എന്നാൽ ദൈവമേ, തിരുഹിതം മാത്രം നിറവേറുമാറാകണം. എന്നാൽ ദൈവമേ, തിരുഹിതം മാത്രം നിറവേറുമാറാകണം. അതാണ് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയുടെ കൺക്ലൂഷനാകേണ്ടത്. അങ്ങനെ വരുമ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ വിശ്വാസത്തോടെ ദൈവത്തോട് പറഞ്ഞു എന്ന് ഇരിക്കുമ്പോൾ തന്നെ എന്നിൽ നടപ്പായത് ദൈവതിരഹിതമാണ് എന്ന വലിയ ആനന്ദം നമുക്ക് അനുഭവിപ്പാനായിട്ട് സാധിക്കും. ഗെത്സമനിയിൽ യേശുമിശിഹ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരം തന്നെയാണല്ലോ പ്രിയപ്പെട്ടവരെ. യേശുമിശിഹ പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് മാറ്റണമേ. എന്നിട്ട് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നടന്നു കണ്ടാൽ മതി. അതിനു വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതിനു വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. അത് സംബന്ധിച്ച് വിശുദ്ധനായ യാക്കോബ് ശ്ലീഹ എഴുതുന്നത് ശ്രദ്ധിക്കുക. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനം: എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരയ്ക്ക് സമനാകുന്നു. ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അല്ലാത്തവനെക്കുറിച്ച് പറയുന്നത് കാറ്റടിച്ചലയുന്ന കടൽ തിരയ്ക്ക് സമനെന്നാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? കടലിലെ തിരമാലകൾ ആർത്തിരമ്പി കരയിലേക്ക് പാഞ്ഞെടുക്കുമ്പോൾ അവനൊരു പ്രത്യേക കാര്യം പറഞ്ഞുകൊണ്ടാണ് വരുന്നത്: കരയെ ഞാൻ വിഴുങ്ങും. ആ ആർത്തനാദം കൊണ്ട് അന്തരീക്ഷത്തെ മുഴുവൻ പിടിച്ചു കുലുക്കി ഹുങ്കാര ശബ്ദത്തോടെയാണ് കരയെ നോക്കി അലറിക്കുതിച്ചു വരുന്നത്. പക്ഷെ കരയോടടുക്കാറാകുമ്പോൾ തിരമാലയ്ക്കൊരു സന്ദേഹം: ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും എനിക്കതാകുമോ? അതോടുകൂടി പകുതി അലകൾ അടങ്ങി. പിന്നെയും മുന്നോട്ട് ആയുമ്പോൾ ഒരു ചിന്ത: എനിക്കതാകില്ല. അപ്പോൾ പിന്നെ തലതല്ലി കരയുകയാണ്. ഒന്നും കഴിയാത്തവനായി തിരമാല തിരിച്ചു പോകുകയാണ്. ആ വരുന്ന ഫോഴ്സിൽ കരയ്ക്ക് കയറിയാൽ ഏതറ്റം വരെയും പോകാമെന്ന ചിന്ത അടുത്തെത്തുമ്പോൾ തിരമാല കൈവിടുകയാണ്. ഈ തിരമാല അത് വന്നതുപോലെ കടലിലേക്ക് മടങ്ങിപ്പോകും.
ഈ തിരമാലയുടെ മടങ്ങിപ്പോക്ക് കണ്ട് പിന്നാലെ വരുന്ന തിരമാല പറയും, നീ എന്തൊരു മണ്ടൻ, നിന്നെക്കൊണ്ടത് കഴിയില്ലെങ്കിൽ വഴിമാറി, ഞാനത് ചെയ്യാം. അവൻ ആർത്തലച്ചെത്തുമ്പോൾ അവനും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. സംശയം, എന്നെക്കൊണ്ടതാകില്ല എന്ന് തോന്നൽ. പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ഒരു ദൈവവിശ്വാസി ഒരിക്കലും സംശയിക്കരുത്. എൻ്റെ ദൈവം ബലവാനാണെന്നും സർവശക്തനാണെന്നും സർവശക്തനാണെന്നും എല്ലാറ്റിനും മതിയായവനാണെന്നും ഉത്തരം തരാൻ പര്യാപ്തനാണെന്നും ഉത്തരം തരിക തന്നെ ചെയ്യുമെന്നും ഉള്ളുറപ്പോടെ വിശ്വസിക്കണം. ഒട്ടും ചഞ്ചലപ്പെടാതെ വിശ്വസിക്കണം. ഇതാണ് ദൈവമക്കൾക്ക് ആവശ്യമായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ സ്ഥിരതയോടും വിശ്വാസത്തിൻ്റെ ഉറപ്പോടും കൂടെ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഒട്ടും സംശയിക്കാതെ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. ഇന്ന് നമ്മിൽ പലരും പ്രാർത്ഥിക്കുന്നത് കിട്ടിയാൽ കിട്ടട്ടെ, പോയാൽ പോകട്ടെ എന്ന മനോഭാവത്തോടെയാണ്. പ്രാർത്ഥിക്കാതിരുന്നത് കൊണ്ട് കിട്ടാതിരിക്കേണ്ട, പ്രാർത്ഥിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാനില്ലല്ലോ, അതുകൊണ്ട് ഒന്നങ്ങ് പ്രാർത്ഥിച്ചേക്കാം. പലപ്പോഴും പഠിക്കാനൊക്കെ വിദൂരങ്ങളിൽ പോകുന്ന കുഞ്ഞുങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് പോകണം, പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുമ്പോൾ ആ പറഞ്ഞയാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു വഴിപാട് പ്രാർത്ഥനയും കഴിച്ചു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പോകുന്ന മക്കളോട് ചില അപ്പന്മാർ പറയും, കുഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകണം. വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ അമ്മയെ മറികടന്ന് പോകാൻ അമ്മയുടെ നിർബന്ധ ബുദ്ധി അനുവദിക്കാത്തത് കൊണ്ട് വെറുതെ നിന്നു കൊടുത്തിട്ട് പരീക്ഷയ്ക്ക് പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. വളരെ വർഷങ്ങൾക്ക് ശേഷം അവർ തിരിച്ചറിയും, അന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ എൻ്റെ അപ്പനോ അമ്മയോ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, അവരുടെ കണ്ണ് നിറഞ്ഞപ്പോൾ, അവർ ദൈവസന്നിധിയിൽ ജാഗരിച്ചപ്പോൾ ഞാൻ അതിനെ നിസ്സാരമായി കണ്ടിരുന്നു. എന്നാൽ അന്നത്തെ അവരുടെ പ്രാർത്ഥന, ഞാൻ പരീക്ഷ എഴുതാൻ പോയ ശേഷം അവർ എനിക്ക് വേണ്ടി ജാഗരിച്ച ജാഗരണം, എനിക്ക് വേണ്ടി മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് മധ്യസ്ഥം വഹിച്ച എൻ്റെ അമ്മയുടെ മധ്യസ്ഥത, അതാണ് ഇന്ന് എന്നെ ഞാനായിരിക്കുന്ന ഈ തലങ്ങളിൽ എത്തിച്ചതെന്ന് വളരെ വൈകി മനസ്സിലായ ചില കുഞ്ഞുങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ചിലരുടെ വിലമതിക്കാനാകാത്ത സാക്ഷ്യം എനിക്ക് നേരിട്ട് കേൾക്കാനും ഇടവന്നിട്ടുണ്ട്. കൗമാരചാബല്യങ്ങളിൽ പെട്ടുപോകുന്ന പല കുഞ്ഞുങ്ങൾക്കും പ്രാർത്ഥനയുടെ അന്തസത്തയും അർത്ഥവും വ്യാപ്തിയും ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, സംശയിക്കാതെ പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കേണ്ടത് എപ്രകാരം എന്നതിന് 2 ഉത്തരങ്ങളാണ് ഇന്ന് നാം ചിന്തിച്ചത്. ഒന്നാമത്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. ബുദ്ധി കൊണ്ടല്ല, അറിവ് കൊണ്ടല്ല, വിവേകം കൊണ്ടല്ല, ജ്ഞാനം കൊണ്ടല്ല, പരിശുദ്ധാത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കണം. ആത്മാവ് നമ്മുടെ ഉള്ളത്തിലിരുന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് ആകട്ടെ പ്രാർത്ഥിക്കുന്നത്. രണ്ടാമത് പറഞ്ഞത്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഒന്നും സംശയിക്കാതെ പ്രാർത്ഥിക്കണം. നിശ്ചയം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. ഇതിൻ്റെ തുടർ ചിന്തകൾ പിന്നാലെ പങ്കിടാം. ഇന്നത്തെ സമയം തീരുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ നല്ല കർത്താവേ, ഭാഗ്യകരമായ ഈ നല്ല വൈകുന്നേര സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. പാദപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ച് ചാരത്ത് ചേർത്ത് ഇരുത്തിയിട്ട് അവിടുന്ന് ഞങ്ങളോട് മധുരമായി സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ടത് ഏതു വിധം എന്ന ചോദ്യത്തിന് വ്യക്തതയോടെ ഞങ്ങൾക്ക് ഉത്തരം പകരുകയായിരുന്നല്ലോ. ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരാകണമെന്നും ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരാകണമെന്നും ഒട്ടും സംശയിക്കരുത് എന്നും ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഞങ്ങളിന്ന് കേട്ടതുപോലെ പ്രാർത്ഥിക്കാൻ ഇന്ന് വരെ ഞങ്ങൾക്ക് ശീലമായിട്ടില്ല. എന്നാൽ ദൈവമേ, അതുപോലെ പ്രാർത്ഥിക്കാനുള്ള ശീലവും അതിനുള്ളതായ സമർപ്പണവും ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേട്ടത് മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ആഴമേറിയ വിശ്വാസത്തിൻ്റെ സമർപ്പണങ്ങൾ ഉണ്ടാകുവാനിട വരുത്തണമേ. ദൈവമേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകലരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും പ്രാർത്ഥനയുടെ അഭിഷേകം നൽകണമേ. ഞങ്ങളെ തന്നെ താഴ്ത്തി പാദപീഠത്തിൽ സമർപ്പിക്കുന്നു തമ്പുരാനെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. But